ഹായ് സുഹൃത്തുക്കളെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 8 അടിയുടെ അലൂമിനിയം പഴയ ഡിഷുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഒരു പഴയ ഡിഷ് വേണമെന്ന് പറഞ്ഞിട്ട് മിക്കവാറും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഞാൻ വിൽക്കാനും വെച്ചിരിക്കുന്നതല്ല, എൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 ഡിഷാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 2 എണ്ണം വെറുതെ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്നാൽ ഒരെണ്ണം ഞാനെന്നാൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് കുറച്ച് ദൂരെയുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഈ സാധനം ട്യൂൺ ചെയ്ത് അതിൻ്റെ സിഗ്നലൊക്കെ കാണിച്ചതിന് ശേഷമേ ഞാനിതിൻ്റെ നട്ട് ബോൾട്ടുകളൊക്കെ കട്ട് ചെയ്തോളൂ. കാരണം പഴക്കമുള്ള ഡിഷാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് പുള്ളിക്ക് പാക്ക് ചെയ്ത് വേണം കൊടുക്കാൻ. അദ്ദേഹം വന്ന് സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുള്ളൂ, എന്നിട്ട് പുള്ളി അസംബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഡിഷിലെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊന്ന് ട്യൂൺ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഡിഷിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആ ഡിഷ് വെച്ചിട്ട് ചാനൽസൊക്കെ ട്യൂൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കൈവശമുള്ള 8 അടിയുടെ അലൂമിനിയം ഡിഷ്, ഇത് പഴയ ഡിഷാണ്. ഏകദേശം ഒരു 20 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പോളാർ മൗണ്ട് ടൈപ്പ് ഡിഷാണ്. ഇത് ഞാനും സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ഒരു ഡിഷാണ്. ഇതിൽ ഞാൻ നേരത്തെയും ഇതുപോലെ ചാനലൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. 83 ഡിഗ്രിയിൽ 320 ചാനലൊക്കെ ഞാൻ ട്യൂൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ഹോളും, അതായത് ഷീറ്റിന് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഉള്ളതാണ്. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും. അതായത് നമുക്ക് അത്യാവശ്യം സാറ്റലൈറ്റൊക്കെ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പഴക്കമുണ്ടെന്നേ ഉള്ളൂ, അല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ഹോളുകൾ അവിടെ ഇവിടെയൊക്കെ, അതൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുന്നത്, മാറ്റി വയ്ക്കുന്ന സമയത്തൊക്കെ തട്ടലും മുട്ടലും ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടായതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും ഇത് ഏകദേശം ഒരു 2 വർഷത്തിന് മുകളിലായതാണ്. ഞാനും സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന പലരും എന്നോട് ഇത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഞാനത് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. കാരണം നമുക്ക് ഡിഷ് എന്ന് പറയുന്ന ഒരു ക്രൈസ് ആയതുകൊണ്ട്, അതും പ്രത്യേകിച്ച് നമുക്ക് സി ബാൻഡ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഡിഷ് ഇങ്ങനെ എന്താ പറയുന്നത്, വയലക്സിലൊക്കെ പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിഷ് ഇങ്ങനെ കൊടുക്കാനുണ്ടെന്നുള്ളത്, പുതിയ ഡിഷാണ്, കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് തിരുവനന്തപുരം കാരേക്കോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, അതായത് തിരുവനന്തപുരത്ത് നിന്നും കുറേ കൂടെ ദൂരമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതുപോലെ ഡിഷ് വേണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതെൻ്റെ ഡിഷാണ്. ഇത് അത്യാവശ്യം കുഴിത്തിരുമ്പുകളൊക്കെ ഉണ്ട്. ഞാനിത് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് ഇതിനു മുമ്പ് ഇട്ടതാണ്. പിന്നെ എപ്പോഴും ഇത് നോക്കി നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ ചെറിയ കുഴിത്തുരുമ്പുകളൊക്കെ. ഇടയ്ക്ക് തന്നെ പുതിയ ഡിഷ് ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഇളക്കി ചരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ ഡിഷ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഡിഷ് ഒന്ന് ട്യൂൺ ചെയ്ത് സിഗ്നൽ എടുത്തിട്ട് ഇതിനകത്ത് കിട്ടുന്ന ചാനലും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് വേണം ഇത് പൊളിക്കാൻ. അതായത് ഇതിൻ്റെ നട്ട് ബോൾട്ടുകളെല്ലാം തുരുമ്പാണ്. കാരണം പഴയ ഡിഷ് ആയതുകൊണ്ട് തുരുമ്പുണ്ട് അത്യാവശ്യം. ആ നട്ട് ബോൾട്ടുകളെല്ലാം ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം. ഏകദേശം ഒരു 150-ൽ പരം നട്ട് ബോൾട്ട് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത്രയും നട്ട് ബോൾട്ട് ഞാൻ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യണം. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ കട്ട് ചെയ്യാനും ഒക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ട്യൂൺ ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സിഗ്നൽ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ക്ലിയറായിട്ട് ഞാൻ കൂടുതൽ സിഗ്നൽ പിടിച്ചില്ല. അത്യാവശ്യം നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് ഇൻ്റൽസാറ്റ് 17-ൽ കിട്ടുന്ന അത്യാവശ്യം നമ്മുടെ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ളൊരു 10-24 ചാനൽ കിട്ടത്തക്ക വിധത്തിൽ ഇപ്പോൾ ഇന്ന് ജസ്റ്റ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നട്ട് ബോൾട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഇത് പൊളിച്ച് റെഡിയാക്കുന്നതിന് മുമ്പ്, പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇതൊന്ന് ലാസ്റ്റ് ട്യൂൺ ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേണം അദ്ദേഹത്തിന് നമുക്കിത് കൊടുക്കാൻ. കാരണം ഈ ഒരു ഡിഷിൽ നല്ല സിഗ്നൽ കിട്ടിയിരുന്നതാണ്, പിക്ചർ കിട്ടുന്നതാണ്. അപ്പോൾ അത് വ്യക്തമായിട്ടും അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ട ഒരു കടമ എനിക്കുള്ളത് കൊണ്ട് ഞാനതുകൊണ്ട് ഇത് ട്യൂൺ ചെയ്തു. സിഗ്നലൊക്കെ അത്യാവശ്യം എടുത്തിട്ട്, ഒരുപാട് ക്ലിയറായിട്ട് എടുത്തില്ല, എന്നാലും അത്യാവശ്യം ജസ്റ്റ് പിടിച്ചിട്ട് റിസീവറിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്. ട്യൂൺ ചെയ്തിട്ട് ആ പടങ്ങളും ഇതിനകത്ത് ഞാൻ എടുത്തു. അതായത് അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടി, ഇത്രയും ചാനലുകളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, സത്യസന്ധത നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട്, കാരണം ഈ ഒരു ഡിഷിൽ ചാനൽസൊക്കെ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് റിസീവർ, ഒരു പഴയ ഡിഷ് റിസീവറാണ് ഇപ്പോൾ ഇതിനകത്ത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസീവറും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, ഒരു പഴയ റിസീവർ. അപ്പോൾ ഏകദേശം 100-ൽ പരം ചാനൽ ഇതിനകത്ത് ട്യൂണായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം ഇപ്പം ഞാനിതിൻ്റെ നോക്കിയാൽ നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ മലയാളം ആണ്ട് 24ഓളം ചാനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം അങ്ങാണ്ടേ ഉള്ളൂ, ഏതോ ഒരെണ്ണം ഇതിനകത്ത് നമുക്ക് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഞാൻ ഓർഡറിലാക്കിയിട്ടില്ല, അല്ലാതെ തന്നെ ഞാൻ ജസ്റ്റ് ട്യൂൺ ചെയ്ത് ഇതിൻ്റെ അത്യാവശ്യമുള്ള നമ്മുടെ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ചാനൽസാണ്. 24ആണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് കിട്ടിയതായിട്ട്. അപ്പോൾ ഞാൻ അത്രയും ചാനൽസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, കിട്ടിയ ചാനൽസ് മലയാളം. മറ്റ് തമിഴും ഹിന്ദിയൊക്കെ ഇതിനകത്തുണ്ട്, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻ്റൽസാറ്റ് പാനലിൽ മലയാളമാണ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് ആ ഒരു മലയാളം കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നോർമൽ ഒരു LMB വെച്ചിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ 5Gയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ ഞാൻ 5G ഫിൽറ്റർ LMB ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സിഗ്നലാണ്. പിക്ചറിന് ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഏകദേശം അത്യാവശ്യം നമ്മുടെ 24 മലയാളം ചാനൽ, ഞാനത് അദ്ദേഹത്തിന് ഒന്ന് എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡിഷിൽ കിട്ടുന്ന ചാനൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടും, അതായത് ഈ ഒരു ഡിഷ് അദ്ദേഹം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കുറേ ദൂരം, അതായത് ട്രിവാൻഡ്രം ടു ഇവിടെ ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിനും അവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം പുള്ളിക്ക് വീണ്ടും യാത്ര ചെയ്തിട്ട് വേണം ഇദ്ദേഹം എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ട്, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തപ്പെടും. അപ്പോൾ അതിനു മുമ്പ് നമ്മളിതെല്ലാം പാക്ക് ചെയ്ത്, അതായത് ഇത് ഞാൻ ട്യൂൺ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു, എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് മാത്രമേ എനിക്കിത് പാക്ക് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് ഇരിക്കാനൊക്കെ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രീ ഉള്ള ടൈമിലൊക്കെ ഞാൻ ഈ നട്ട് ബോൾട്ടെല്ലാം കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് ഷീറ്റെല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യവും കൂടെ നമ്മൾ ആക്കണം. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശമുള്ള മലയാളം ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞു, കിട്ടിയ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിഷ് ഇത് ലാസ്റ്റ് ഞാനിത് എല്ലാം റിമൂവ് ചെയ്യുകയാണ്, ഷീറ്റ് റിമൂവ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഗ്രൈൻഡർ കൊണ്ട് നട്ട് ബോൾട്ട് അതിൻ്റെ അലൂമിനിയത്തിൻ്റെ റിബുകളൊന്നും മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വരാതെ, കാരണം അതിന് അങ്ങനെ ഗ്രൈൻഡറിൻ്റെ വീലൊന്നും പോയിട്ട് അതിൽ മുട്ടാതെ ഞാനത് ഓരോന്നായിട്ട് നട്ട് ബോൾട്ട് എല്ലാം കട്ട് ചെയ്ത് കളയാണ്. തുരുമ്പുള്ള നട്ട് ബോൾട്ട് എല്ലാം കട്ട് ചെയ്ത് ഇനി റിബിൻ്റെ എല്ലാ നട്ട് ബോൾട്ടും ചുറ്റി ആ ഒരു, കാരണം ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടാണ് ഞാനിതെല്ലാം കട്ട് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇത് രണ്ടാമത് ഇത് റീസെറ്റ് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷീറ്റിൻ്റെ കാര്യങ്ങൾ, എവിടെ നിന്നാണ് അഴിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് അഴിച്ചു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇത് പോളാർ മൗണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റിബുകളൊക്കെ ഇങ്ങനെ പീസായിട്ട് എല്ലാം ഊരാം. 12 റിബാണ്, അതുപോലെ 12 ഷീറ്റ് നമുക്കുണ്ട്. ഇതിനകത്ത് നട്ട് ബോൾട്ടുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം വാങ്ങിച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട്. താഴോട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ പൈപ്പും നമ്മളെവിടെയാണെന്ന് വെച്ചാൽ അത് കുഴിച്ചിടുകയോ അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ ഇദ്ദേഹത്തിന് നമ്പർ ബൈ നമ്പർ ഇട്ടിട്ട് എല്ലാം എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രം ചെയ്താൽ മാത്രം മതി. സൈഡിലെ കാര്യങ്ങൾ എല്ലാം അപ്പോൾ അത്യാവശ്യം ഇത് റീസെറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം പ്രൈമറും ഒക്കെ അടിച്ച് പെയിൻറ്റും ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കിയ അടിപൊളി ഡിഷാണ്. കാരണം 8 അടിയുടെ ഡിഷാണ്. അതുപോലെ തന്നെ സെൻറ്ററിലെ നമ്മുടെ ഫോക്കൽ പോയിൻ്റ് പൈപ്പുകൾ, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് അതിനെ ഒരു കിറ്റിലാക്കി സഞ്ചിയിലാക്കിയിട്ട്, അപ്പോൾ ഈ 12 ഷീറ്റുകളും ചാരി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. മറ്റ് കേടുപാടുകളൊന്നും ഇല്ലാതെ നട്ട് ബോൾട്ടുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. കട്ട് ചെയ്തിട്ട് ഇവനെ ചുറ്റി, അതായത് ഇവനെ റോൾ ചെയ്തിട്ട് ഇത് കണ്ടോ എല്ലാം സെപ്പറേറ്റ് ടേപ്പ് അടിച്ചു. ഇനി ഈ ഷീറ്റിനകത്ത് റോൾ ചെയ്തിട്ട് ഇവനെ നമ്മൾ ഒരാൾക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലേക്ക് ഇവനെ പാക്ക് ചെയ്യുകയാണ്. ഈ ഒരു സെൻറ്റർ പോക്കറ്റും ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഞാനൊരു സഞ്ചിയിലാക്കിയിട്ട്, അതായത് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലേക്ക് ഞാൻ ഇത് പാക്ക് ചെയ്തു. അപ്പം ഞാനിത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ, അപ്പോൾ അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു സാധനമായിട്ട് ചെല്ലും. അപ്പോൾ ഞാനിതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഡിഷിൻ്റെ ആ ഒരു വില മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു പഴയ റിസീവറും എൻ്റെ കയ്യിലുള്ള ഒരു പഴയ യൂണിവേഴ്സിൻ്റെ ഒരു പഴയ LMB, അപ്പോൾ അതും കൂടെ പുള്ളിക്ക് ഇതിനപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ടെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി
ഈ ഒരു ഇത്രയും സാധനങ്ങൾ കണ്ടോ, ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ. ഇതാണ് സ്റ്റാൻഡ്. ഞാനത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി. ഈ ഇരിക്കുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഡിഷാണ് പുതിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് പഴയ ഡിഷ്, സെക്കൻഡ് ഹാൻഡ് ഡിഷ് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ അലൂമിനിയം ഡിഷ് ഉള്ളതൊക്കെ ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ റിസീവർ. അത്യാവശ്യം HDMI ഔട്ട്പുട്ടും ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു റിസീവറാണ്, പഴയ സെക്കൻഡ് ഹാൻഡ് റിസീവറാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് റിസീവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് ഒരു പഴവിലയ്ക്ക് ഈ ഒരു റിസീവർ പുള്ളിക്ക് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഒറിജിനൽ റിമോട്ടുമാണ് ഇതിനോടൊപ്പം ഉള്ളത്. അതുപോലെ അഡോപ്റ്ററും കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ ഒരു LMB. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇതെല്ലാം അസംബിൾ ചെയ്ത് ക്ലിയർ ചെയ്ത് ഈ സാധനം ട്യൂൺ ചെയ്ത് വീഡിയോ എനിക്ക് ഇട്ട് തരാം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് 2-3 വട്ടം പുള്ളിയെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വർക്കിനൊക്കെ പോകേണ്ടതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ സൺഡേയിലൊക്കെയാണ് പുള്ളിക്ക് സമയം കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു പഴയ LMB. അത് ഞാൻ അതിനോടൊപ്പം കൊടുക്കുന്നു. കാരണം ഇതുപോലെ ഇപ്പോൾ LMBകളൊക്കെ പഴയതൊക്കെ നമ്മുടെ കയ്യിൽ കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് നമ്മൾ ഫ്രീ ആയിട്ടായാലും നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, സെക്കൻഡ് ഹാൻഡ് ഡിഷുകൾ ഇതുപോലെ അലൂമിനിയം ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് നമ്മൾ ഇതുപോലെ ഇറക്കി കൊടുക്കുക. കാരണം ഉപയോഗശൂന്യമായിട്ട് സ്ക്രാപ്പിന് കൊടുക്കാതെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടോ, റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവുക, സ്കൂട്ടറിൽ പോയിട്ട് ഇത് കൊണ്ട് കൊടുക്കും. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഡിഷുകൾ കൊടുക്കാനായിട്ട് എൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഇരിപ്പുണ്ട് പലയിടത്തും. പക്ഷേ സിംഗിൾ പീസായിട്ടാണ് പലയിടത്തും ഇരിക്കുന്നത്. അടുത്തുള്ളവർക്കൊക്കെ എന്നെ സമീപിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ട നടപടികൾ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.